ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് സംഘടിപ്പിച്ചു വരുന്ന സൗജന്യമായിട്ടുള്ള സൈക്കോളജി വെബിനാറിലാണ് നമ്മൾ ഓരോരുത്തരും സംബന്ധിച്ചിട്ടുള്ളത്. ഓരോ ആഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളാണ് വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് വ്യത്യസ്ത ഫാക്കൽറ്റികൾ സൈക്കോളജിയെ കുറിച്ചും കൗൺസിലിങ്ങിനെ കുറിച്ചും സൈക്കോ തെറാപ്പിയെ കുറിച്ചും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ അവരുടെ ഒരു സഹായവും ഹെൽപ്പും അവരുടെ ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അക്വയർ ചെയ്യുകയും നമ്മുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് കടക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിപ്പറേഷൻസുകളൊക്കെ നടത്തിയാണ് വിംബിൾ അക്കാദമിയിലെ ഓരോ ഫാക്കൽറ്റിയും നമുക്ക് സൗജന്യമായിട്ടുള്ള വെബിനാറുകൾ സംഘടിപ്പിച്ചു തരുന്നത്. അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി കോൺഫിഡൻസും അതേപോലെ തന്നെ നമ്മളുടെ അപ്പുറത്തേക്ക് ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡപ്പ് ചെയ്യാനും അതിലൂടെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നാം മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ഡിസംബർ 13 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ളതാണ്. നമുക്കറിയാം, വിംബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ ചെയ്യുന്ന ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ചെയ്തവരുണ്ട്. അതല്ലെങ്കിൽ കൗൺസിലിംഗ് അതല്ലെങ്കിൽ PG സൈക്കോളജിയിൽ UGയോ PGയോ ഒക്കെ ചെയ്ത പലരും വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ ചെയ്യുന്ന സമയത്ത് തന്നെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി സംശയങ്ങൾ ക്ലാസ്സുകളിലും അല്ലാതെയും ഒക്കെ ഉന്നയിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില ക്ലാരിറ്റികൾ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ CBTയും ബിഹേവിയറൽ തെറാപ്പിയും ഒക്കെ നമ്മുടെ വിംബിൾ അക്കാദമിയിൽ വർക്ക്ഷോപ്പുകൾ എടുക്കുന്ന നിസാബ് അഹമ്മദ് കുട്ടി സാറാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത്. സാറ് കാലിക്കറ്റ് സ്വദേശിയാണ്. അതേപോലെ തന്നെ സൈക്കോളജി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ട് വിംബിൾ അക്കാദമിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്. ഓൺലൈൻ കൗൺസിലിങ്ങും അതേപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് ക്ലാസ്സുകളും തെറാപ്പികളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാറ്. അപ്പോൾ സാർ ഇന്നത്തെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. സാറിന് ചെറിയ പനിയും ജലദോഷവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും മറ്റു ക്ലാസ്സുകൾ ഇന്നത്തെ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷൻ മാത്രമാണ് ഇന്ന് സാർ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ സാറിന് പെട്ടെന്ന് പോവുകയും വേണം. ശാരീരികമായിട്ട് ചില വയ്യായകളൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഔട്ട് ചെയ്തത് കൊണ്ട് കുറച്ചു നേരം വന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ നിസാബ് സാറിനെ വളരെ സന്തോഷത്തോടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസ് എല്ലാവരെയും എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഞാൻ വളരെ ഹൃദ്യമായിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാബ് സാറിനെ ഞാൻ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, താങ്ക് യു ഫൈസൽ സാർ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. സാറ് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ചുമയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ഒന്ന് ഔട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്നെ പറ്റി പറഞ്ഞു. സ്ഥിരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട് വിംബിൾ അക്കാദമിയുടെ കീഴിൽ. അപ്പോൾ കൂടുതലായിട്ടും എന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല, പലർക്കും അറിയാം. പിന്നെ ഫൈസൽ സാർ ഒരു ഇൻട്രൊഡക്ഷൻ തരികയും ചെയ്തു. ഓക്കെ, ഓഡിയബിൾ ആണല്ലോ അല്ലേ? അതെ സാർ, അതെ. ഓക്കെ. അത് ഷെയർ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ. ഓക്കെ, ചെറിയൊരു PPT ഉണ്ട്, അത് ഷെയർ ചെയ്യാം.
അപ്പോ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കൗൺസിലിംഗ് എന്താണെന്നും അതെങ്ങനെയാണ് എന്നുള്ളതും. പക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ ഒരു ടീമില്, അതായത് സൈക്കോളജി മേഖലയിൽ കൗൺസിലിംഗ് മേഖല 2 തരം ആളുകളുണ്ട്. ഒന്നാമത്തെ ഒരു തരമാണ് ആളുകളാണ് ഒരു UG PG സൈക്കോളജി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ, ഉദാഹരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഡ് കണ്ടു. വളരെ മനോഹരമായിട്ട്. അപ്പൊ അതില് 2 പേര് പിന്നെ ഒരു ഡ്രമാറ്റിക്കൽ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അതില് ഒരാള് പറയുന്നു, നീ PG സൈക്കോളജി കഴിഞ്ഞതല്ലേ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്റെ ഫ്രണ്ടിന് ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരെ ഒന്ന് നിന്റെ നമ്പർ കൊടുക്കാം. നീ ഒന്ന് കൗൺസിലിംഗ് ചെയ്യോ? അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ മറ്റേ എതിർവശത്തുള്ള പെൺകുട്ടി വളരെ ആങ്സൈറ്റിയോട് കൂടി എന്താ ചെയ്യാ? എങ്ങനെയാ? ഒന്നും അറിയില്ലല്ലോ. സൈക്കോളജി ഒക്കെ കഴിഞ്ഞു. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഒരു ടീം ആദ്യമായിട്ട് ഒരു ക്ലയന്റിന്റെ മുമ്പിൽ എത്തുമ്പോ വളരെ കൺഫ്യൂസ്ഡ് ആ. ക്ലയന്റ് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടാവും. പക്ഷെ ഈ തുടക്കത്തിൽ പറയുന്ന ആ പ്രസന്റ് പ്രോബ്ലത്തില് നമ്മള് അവരെ മുമ്പിൽ ഇങ്ങനെ ആങ്സൈറ്റിയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യാ എന്നുള്ള രീതി. മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ക്ലയന്റ് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ പോലും മൈൻഡിൽ ഉണ്ടാവില്ല. അതൊരു ടീം. ഒരു സെക്കൻഡ് ടീം എന്ന് പറയുന്നത് ഈ യുജി, പിജി സൈക്കോളജി റിലേറ്റഡ് ഒരു കാര്യവും അവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വേറെ ഏതെങ്കിലും വിദ്യാഭ്യാസ മേഖല നല്ല ഹയർ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഈ ഒരു പാഷനോട് കൂടിയിട്ട് എന്തെങ്കിലും ഡിപ്ലോമ കൗൺസിലിംഗ് എന്ന ഒരു വർഷത്തെ കോഴ്സോ 6 മാസത്തെ കോഴ്സോ ഒക്കെ കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് കൗൺസിൽ ഇറങ്ങും. ചിലപ്പോ മറ്റുള്ള ജോലി സ്ഥലത്ത് റിട്ടയർഡ് ആയതിനു ശേഷം ഒരു പാഷനോട് കൂടി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് ഇവര് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് ആയിട്ട് കേസുകൾ വരെ മുമ്പിൽ എത്തുമ്പോൾ ഇവരും അവിടെ പതറുകയാണ്. ഇവർ ഒരുപാട് തിയറിയും കാര്യങ്ങളും ഒരു വർഷത്തോട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ചിലപ്പോ ഒരുപാട് കാര്യങ്ങൾ ക്ലയന്റ് നമ്മളോട് പറയുന്ന സമയത്ത് ഒക്കെ കേട്ട് നിൽക്കുന്നുണ്ടാവും. എങ്കിൽ പോലും ഒരു സൊല്യൂഷൻ കൊടുക്കൂല. ഇത് ചെയ്യുക, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, തുടക്കത്തിൽ ഫസ്റ്റ് സെഷൻ തന്നെ ഞാൻ എങ്ങനെ ഇയാളൊന്ന് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഈ 2 ടീമിനും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൊതുവെ ഉണ്ടാവാറ്. അപ്പോ ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ കൗൺസിലിംഗിന്റെ സ്കില്ല്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമാണ്. എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുക, ഒരു കേസിലേക്ക് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാല് ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഞാൻ പറയാം. സാധാരണയായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം, അതായത് ഉദാഹരണം ഒരു ക്ലിനിക്, അതായത് അവർക്ക് സപ്പോർട്ട് നൽകുന്നതുമായ ഒരു അന്തരീക്ഷത്തിൽ അവരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അവരെ സാമൂഹ്യപരമായിട്ടുള്ളോ മാനസികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടുള്ള സ്ഥലം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോ ചിലപ്പോ ഒരു ക്ലിനിക് ആയിരിക്കാം, ചിലപ്പോ നമ്മുടെ വീടായിരിക്കാം. പിന്നെ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതൊരു നല്ലൊരു ഏരിയ ആക്കി, അവർക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു ഏരിയ ആക്കി മാറ്റുക എന്നുള്ളത്. അതിലൂടെ അവരെ സെൽഫായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അവരുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് സപ്പോർട്ട് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും അവരുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്താനുമുള്ള ഒരു രീതി നമ്മളായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഒരു കൗൺസിലിംഗ് എന്നതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൗൺസിലിംഗ് ഒരു മൂന്ന് രീതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് ഒരു ഫസ്റ്റ് സെഷൻ മുതൽ എൻഡ് വരെ എങ്ങനെയാണ് ആദ്യം ഒരു സെഷൻ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആണ്. എന്താണ് ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്? അതായത് ക്ലയന്റും ഈ കൗൺസിലും തമ്മിലുള്ള, അതായത് ക്ലയന്റിന്റെ പ്രയാസങ്ങളൊക്കെ ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ക്ലയന്റ് നമ്മോട് കൗൺസിലറോട് പ്രയാസങ്ങളൊക്കെ പറയുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ. അപ്പൊ ആ സമയത്ത് തന്നെ ചിലപ്പോൾ ക്ലയന്റ് മിണ്ടാതിരിക്കാം, ചിലപ്പോൾ സൈലന്റ് ആയിരിക്കാം. അതേപോലെ തന്നെ ആ സമയത്ത് അവര് ചിലപ്പോൾ കരച്ചിലായി, മറ്റ് ഇമോഷണൽ ചാലഞ്ചസ് ആയിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കരച്ചിലൂടെ ആയിരിക്കും നമ്മളോട് പ്രകടിപ്പിക്കുക. ഇതാണ് ഒരു പ്രോസസ്സിംഗ് എന്ന് തുടങ്ങുന്നത്. ഇപ്പൊ രണ്ടാമത്തത് എന്ന് പറയുന്നത് ക്ലാരിറ്റി ആൻഡ് ചേഞ്ച് ആണ്. അപ്പൊ ഈ ഒരു ഇതില് എന്ന് പറയുന്നത് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലയന്റിന്റെ കാര്യങ്ങൾ, അതായത് അവരുടെ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഈ പ്രോസസ്സിംഗിലൂടെ കഴിഞ്ഞ് അടുത്ത സ്റ്റാർട്ടിങ് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട്
അതിൽ നിന്ന് അവരെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഏത് പ്രശ്നത്തിൽ നിന്നാണ് അവർക്ക് എക്സ്പീരിയൻസുകൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് അതിലൊരു ഗോൾ സെറ്റിങ്സ് ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ അവർ നമ്മളോട് പറഞ്ഞു, അതിൽ സ്പെസിഫിക് നമുക്ക് എന്താണോ പോസിറ്റീവ് ആയിട്ടുള്ളത് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് റിലേഷൻഷിപ്പ് ട്രസ്റ്റ് ആണ്. അപ്പോൾ നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം കൗൺസിലർമാർ സാധാരണയായിട്ട് ഒരു ചില ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഞാനൊരു ന്യൂസ് നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാ. അന്നപ്പോ ഒരു ക്ലയന്റിന്റെ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞത് കൊണ്ട് അയാള് എന്താണ് പിന്നീട് അയാൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു പോലീസ് കേസിലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു ക്ലയന്റ് നമ്മളോട് പറയുന്ന കാര്യങ്ങള് വളരെ രഹസ്യമായിരിക്കണം. ആരോ വെച്ചപ്പോ ഈ നമ്മളെ ഓഫീസിലൊക്കെ അല്ല ക്ലിനിക്കിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. എന്താണ് നമുക്ക് ചിലപ്പോ ഒരുപാട് ദൂരത്തുനിന്ന് വന്നിട്ട് ഒരാള് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയണ അയാൾക്കെല്ലാം എന്താണ് അതായത് ഒരു രഹസ്യമായിട്ടുള്ള മറ്റുള്ള ആരും അറിയാൻ പാടില്ല. അതൊരു കോൺഫിഡൻഷ്യൽ രീതിയിലായിരിക്കും നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്താണ് നമ്മളെന്താണ് അവരുമായി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വിശ്വാസപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒരു 3 തുടക്കത്തിലായിട്ട് 3 കാര്യങ്ങള്. പ്രോസസ്സിംഗിൽ എന്താണ് അവരുടെ പ്രയാസങ്ങളൊക്കെ കേൾക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ക്ലാരിറ്റിയും ചേഞ്ചസ് അതായത് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം എവിടുന്നാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്, അതിൽ നിന്ന് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ചുറ്റുപാട് എന്തൊക്കെയാണ്, അവർക്ക് ഇതുമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് അടുത്തെന്താണ് റാപ്പോ ബിൽഡപ്പ് നമ്മൾ സാധാരണ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതന്നെയാണ് ഇവിടെ നടക്കുന്നത്. റിലേഷൻഷിപ്പും ട്രസ്റ്റ്. അവര് പറയുന്ന കാര്യം മറ്റുള്ള ഒരാള് ആരും പറയാൻ പാടില്ല. ചില ക്ലയന്റുകൾ എന്താണ് നമ്മൾ മുമ്പ് വരുന്ന സമയത്ത് തന്നെ സാധാരണ ഞാനൊരു ഓൺലൈനിൽ പോലും എന്താണ് ഈ കൗൺസിലിംഗ് സമയത്ത് ഈ ക്ലയന്റിന്റെ 2 കണ്ണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുന്നത് കാണാം. കാരണം അവര് പറയും നമ്മൾ പറയുന്നത് ആരോ കേൾക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു സാഹചര്യം എന്താണ് നമ്മൾ പരമാവധി ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനിയിപ്പോ അടുത്തതായി കൗൺസിലിംഗ് പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ പറഞ്ഞത്. ഇനി കൗൺസിലിംഗിന് പാടില്ലാത്ത പെട്ടെന്ന് തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉപദേശിക്കൽ അതായത് അഡ്വൈസ് പാടില്ല അവരോട്. ഒരിക്കലും എന്താണ് ഉദാഹരണം പറയുകയാണെങ്കില് അവര് നമ്മളോടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അവരോട് പറയാ, നിങ്ങളിപ്പോ അതിപ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ. അതൊക്കെ പിന്നെ ഇപ്പൊ ഇതേപോലെ എനിക്കും ഒരുപാട് പ്രശ്നങ്ങൾ, എന്റെ സുഹൃത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമല്ല. ആ ഒരു രീതിയിൽ എന്താണ് കാരണം അവരെ ഉള്ളിൽ ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും അവർക്ക് എന്താണ് വലിയ ഒരു ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്താണ് നമ്മൾ ഒരിക്കലും ആ ഒരു അഡ്വൈസ് രീതിയിൽ എന്താണ് ഒരിക്കലും റീപ്ലൈ അവർക്ക് കൊടുക്കാൻ പാടില്ല. അടുത്തത് എന്താണ് നോട്ട് ജഡ്ജ്മെന്റൽ. അതായത് നോട്ട് ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നത് എന്താണ്? അവര് പറയുന്നത് എന്താണ് നമ്മള് എതിരായിട്ട് പറയാൻ പാടില്ല. അതായത് അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടല്ലേ, നിങ്ങൾ അവരുമായിട്ട് പ്രശ്നത്തിന് പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. ആ രീതിയിലാ അവർ. അതേ സമയത്ത് എന്താണ് നമുക്ക് അവരോട് പറയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലല്ലേ. നിങ്ങളെ എന്താണ് ഈ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവരോട് പറയാം. പക്ഷെ ഒരു ഉപദേശവും അല്ലെങ്കിൽ ഈ നോൺ ജഡ്ജ്മെന്റുമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. അതേപോലെ തന്നെ ഈ നോട്ട് പ്രോബ്ലം സോൾവ് അതായത് നേരിട്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. അതായത് അവര് പറയുന്നു പിന്നെ എന്താണ് അവര് പ്രശ്നം നമ്മളോട് പറയുന്നു. അതിനനുസരിച്ച് എന്താണ് സ്പോട്ടില് അപ്പൊ ഉദാഹരണം ഒരു പ്രശ്നം ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാള് വന്നു കഴിഞ്ഞു. അപ്പൊ അയാളോട് പറയാണ്, എനിക്ക് ഡിപ്രഷൻ ആണ്. അപ്പൊ അയാള് പറയും നിങ്ങൾ നാളെ മുതൽ ജേർണൽ എഴുതണം. എന്തെങ്കിലും ആക്ടിവിറ്റി എഴുതണം. അതൊക്കെ ചെയ്യാം. ഇതൊക്കെ അല്ലാതെ നമുക്കൊന്ന് വളഞ്ഞ് മൂക്ക് പിടിക്കാം. അതായത് ഡിപ്രസീവ് ആയിട്ടുള്ള അയാൾ എങ്ങനെ വന്നു ഈ ഡിപ്രസീവിലേക്ക്? ഡിപ്രഷൻ ആയിട്ടുള്ള അയാളെ പ്രശ്നങ്ങൾ എവിടുന്നാണ് തുടങ്ങുന്നത്? കാരണം പ്രശ്നം എവിടാന്ന് ഉള്ളത് അത് അവരെ തന്നെ അറിയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്താണ് ഒരു സൊല്യൂഷനിലേക്ക് പോവാവൂ എന്നുള്ളത്. പിന്നെ അടുത്തത് പിന്നെ നോട്ട് ഇമ്പോസിങ് പേഴ്സണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് അവരെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ ബിഹേവിയർ അവരെ അടിച്ചേൽപ്പിക്കരുത്. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കില്, അപ്പൊ അയാള് പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് നമ്മളെ എന്താണ് ഞാനും ഈ ഒരു സിറ്റുവേഷൻ കടന്നതാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടതാണ്. ഞാൻ ഇങ്ങനെയാണ്. ഞാൻ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കൗൺസിലർ ആണ്. അപ്പൊ എന്താണ് ഈ നിങ്ങളെ പ്രശ്നം ഞാൻ എന്തായാലും മാറ്റിത്തരും. ആ ഒരു രീതിയിൽ എന്താണ് അവരോട് പറയുന്നത്. നമ്മൾ അവരെ മുമ്പില് പൊക്കി പറയാന്ന് നല്ല രീതിയിൽ പറയാണ് അങ്ങനെ പറയും. പിന്നെ അടുത്തത് നോ ഇമോഷണൽ ഇൻവോൾവ്മെന്റ്. ഇതിപ്പോ പല സാഹചര്യം നമ്മൾ കാണാവുന്നതാണ്. ക്ലയന്റ് നമ്മുടെ മുമ്പിൽ ഭയങ്കര കരച്ചിലാണെങ്കില്
സാധാരണ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് എമ്പതി കൂടുതൽ കാണിക്കണം. അതേപോലെ നമ്മളും അങ്ങോട്ട് കരച്ചിൽ തുടങ്ങും. ആ ഒരു ഇതില് പാടില്ല എന്നുള്ളതാണ് ഇമോഷൻ ഇൻവോൾവ്മെന്റ് പറയുന്നത്. കാരണം എന്താണ് അവര് കരയാണ് കരയോട്ടെ. നമുക്ക് സൈലന്റ് ആയിട്ട് നിൽക്കാം. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എന്താണ് നമുക്കൊന്ന് കരയാനില്ലാത്ത രീതി അവരെ ഇമോഷൻ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ഇരിക്കാം. പക്ഷെ അതേപോലെ അവര് കരയോ ഏതൊരു ഇമോഷൻ പ്രകടിപ്പിക്കുക അതിനനുസരിച്ചാണ് നമ്മൾ കൂടി അവരെ കൂടി കൊടുക്കരുത് എന്ന് മാത്രം. പിന്നെ അടുത്തത് നോട്ട് ബേസ്ഡ് ഓൺ പേഴ്സണൽ വാല്യൂസ് എന്ന് പറയുന്നത് അവർ ഈ ഒരു നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും അവർക്ക് എന്താണ് സൊല്യൂഷൻ കൊടുക്കരുത്. അവരെ പ്രശ്നം കേട്ടതിന് ശേഷം അവരിൽ തന്നെ സൊല്യൂഷൻ ഉണ്ടാവും. സാർ ഇങ്ങനെ ചെയ്താ പോരെ, അങ്ങനെ ചെയ്താ പോരെ എന്നുള്ളത്. അല്ലാണ്ട് നമ്മളെന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു കാര്യം എന്താണ് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെയാണ് കൗൺസിലിംഗ് പാടില്ലാത്ത ചില കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഓ, ഇത് ചോദിക്കണമെങ്കിൽ ചോദിക്കാട്ടോ. പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അടുത്തതായി നമുക്കൊരു കൗൺസിലറിന്റെ റോളുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് കൗൺസിലർ ശ്രദ്ധിക്കേണ്ട ഒരു എന്താണ് പങ്ക് എന്നുള്ളത്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകള് നമുക്ക് പ്രധാനമായിട്ട് നോക്കാം ഞാനും അയാളും ഒരേപോലെയാണ് എന്നുള്ള ചിന്താഗതി നമുക്ക് ആ സ്പോട്ടിൽ വരണം. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. എങ്കിൽ പോലും എന്താണ് അയാളുമായിട്ട് ഒരേ കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ അയാളുടെ സിറ്റുവേഷൻ തന്നെയാണ് ഞാനും ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു തോട്ട്സ് നമ്മുടെ മനസ്സിൽ ആ സമയത്ത് നമ്മുടെ ചിന്തയിൽ വരണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രണ്ടാമത്തതായിട്ട് ഓപ്പൺ എക്സ്പ്ലോറേഷൻ. അതായത് അയാൾക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോ ഈ ക്ലിനിക്കിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും. മറ്റേ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പരമാവധി അങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന് പുറത്തിറക്കി നിർത്തിയിട്ട് അല്ലെങ്കിൽ ക്ലയന്റിന്റെ കൂടെ ആരാ വന്നിട്ടുള്ളത് അവരെയും പുറത്ത് നിർത്തിയിട്ട് ഇവർക്ക് എന്താണ് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മറ്റുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോ എന്നാൽ മാത്രമേ എന്താണ് ഇവര് ഓപ്പൺ ആയി സംസാരിക്കാൻ തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പിന്നെ മെയിന്റനിങ് പ്രൊഫഷണൽ ബൗണ്ടറീസ് എന്ന് പറയുന്ന നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ വൈകാരികമായിട്ട് നമുക്ക് എന്താണ് കൂടുതൽ ഇടപെടാൻ പാടില്ല. അപ്പൊ അവർക്കെന്താ അവര് കേട്ടതിന് ശേഷം അവരുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോകാം. നമ്മുടെ എന്താണ് പ്രൊഫഷനോ നമ്മുടെ കാര്യങ്ങളോ ഞാൻ ഹൈ ലെവലാണ് മറ്റേതാണെന്നൊക്കെ പറയല് അത് വളരെയധികം കുറയുക. കാരണം എന്താണ് നിലവിലുള്ള അവരെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറയാനുള്ള സാധ്യതയാണ്. പിന്നെ ഈ ഒരു പിന്നെ റെഡ്യൂസിങ് ഫെസിലിറ്റേറ്റിംഗ് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് സെൽഫായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ അവരെ എത്രത്തോളം അവര് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അവരുടെ ഉള്ളിൽ എന്താണ് എത്രത്തോളം ഇഷ്ടം, അതിന് നമുക്ക് ഒരുപാട് ക്വസ്റ്റനെയർ ഉപയോഗിച്ചിട്ടോ അല്ലെ കാര്യങ്ങളൊക്കെ സ്വന്തത്തോട് എത്ര താല്പര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് ചിലപ്പോ എന്താണ് ചിലപ്പോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു സ്പോട്ടിലൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ കുറിച്ച് 10 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത 10 കാര്യങ്ങൾ അല്ല 5 കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോട്ടിൽ എഴുതിപ്പിക്കാം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം. പിന്നെ അതേപോലെ തന്നെ റെഡ്യൂസിങ് കൺഫ്യൂഷൻ കുഴപ്പം പിന്നെ കുറയ്ക്കുക. അതായത് കൺഫ്യൂഷൻ ഒഴിവാക്കുക. അതായത് ചില കാര്യങ്ങൾ അവർക്ക് ചില തീരുമാനം എടുക്കാനോ അല്ലെങ്കില് പിന്നെ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചിന്തയിലുള്ള പ്രശ്നങ്ങളോ അവർക്കുണ്ടാവും. ചിലപ്പോ നമുക്ക് മുമ്പ് എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് അന്ന് ഒരാളുമായിട്ട് സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് എന്താണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പൊ ആ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ഈ മുമ്പ് ഞാൻ ഇയാളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അല്ല ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് അവര് പെട്ടെന്ന് തീരുമാനം എടുക്കാനോ അവരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്താണ് കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് നോൺ ഡയറക്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ് വളഞ്ഞ വഴിക്കൂടെ മൂക്ക് പിടിക്കരുത്. കാരണം എന്താണ് ചിലപ്പോ നമ്മൾ അയാൾ പറയുന്നത് കേട്ടിട്ട് പിന്നെ ഉപദേശ ഉപദേശം അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതിന് ശേഷം എന്താണ് ഡയറക്റ്റീവ് ആയിട്ട് അയാളോട് എന്താണ് പൂർണ്ണമായും നമ്മൾ കേട്ടതിന് ശേഷം എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്താണ് തോന്നുന്നത് അത് അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതല്ലാതെ അയാളെ ക്ലയന്റിനെ പൂർണ്ണമായിട്ട് കേട്ടിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇരിക്കൂ.
നിങ്ങൾ കൂടെയുള്ള ഒരാളോട് വരാണ്ട് അയാളോട് ചോദിച്ചിട്ട് മാത്രം ഞങ്ങൾക്ക് തീരുമാനിക്കൂ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ, ഞാൻ CBT ആണ് പഠിച്ചത്, എവിഡൻസ് ബേസ് ആണ് വേണ്ടത് എന്നുള്ളത് ആ ഒരു രീതി വേണ്ട. കാരണം എന്താണ് അവർ പറയുന്നത് കേട്ട് അവർക്ക് എന്താ തോന്നുന്നു തൽക്കാലത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഫസ്റ്റ് സെഷനിൽ ഇതൊക്കെ എന്താണ് നമുക്ക് എന്താണ് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു റാപ്പ് ബിൽഡപ്പ് ഉണ്ടായാൽ തന്നെ. അപ്പോ ഈ ഒരു പ്രധാനമായിട്ടും പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇത്. ഒരു സാധാരണമായി കൗൺസിലിംഗ് പ്രോസസ്സിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. ഒന്ന് ഇനീഷ്യൽ ഡിസ്ക്ലോസർ ആണ്, രണ്ടാമത് അസസ്മെന്റ് ഓഫ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്, മൂന്നാമത് ഗോൾ സെറ്റിംഗ്. അങ്ങനെ ഓരോന്ന് 5-6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതില് നമ്മൾ ശരിക്കും ഈ ഒരു 5-6 കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് പിന്നെ ഈ ഒരു കൗൺസിലിംഗ് ഫസ്റ്റ് സെഷൻ 2 സെഷൻ ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ എന്ത് തെറാപ്പിയാ പഠിച്ചത് ഉള്ളത് ഈ ഒരു ടേമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ വളരെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പിന്നെ ഒന്നുള്ളത് ഇനീഷ്യൽ ഡിസ്ക്ലോസർ ആണ്. ഇവിടെയാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നത്, അതുപോലെ റാപ്പോ ബിൽഡപ്പ്. അപ്പോ ആ സമയത്ത് എന്താണ് അവരുമായിട്ട് നല്ലോണം രീതിയിൽ സംസാരിക്കുക, അവരെ കാര്യങ്ങൾ ചോദിച്ചറിയുക. അപ്പോ നല്ല രീതിയിൽ എന്താണ് ആ സമയത്ത് അവരെ കൂടെ ആരാ ഉള്ളത്, അപ്പൊ ഒറ്റയ്ക്കാണോ വന്നിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്താണ് അവർക്ക് ചിലപ്പോ തുടക്കത്തില് ചില ആളുകൾക്ക് വന്ന ഉടനെ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് കാര്യങ്ങൾ തുറന്ന് പറയുക, എങ്ങനെയാ തുടങ്ങുക എന്നുള്ളത്. അപ്പൊ ആ തുടക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ, ആ പ്രശ്നം ആങ്സൈറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവരോട് നമുക്ക് എന്താണ് നിങ്ങൾ എവിടുന്നാണ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ നാട് എവിടെയാണ്, എന്താണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്, പ്രശ്നത്തിലേക്ക് നമ്മൾ പോണ്ട. പിന്നെ മറ്റുള്ള അയാളെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയുക. എന്നിട്ട് നല്ലൊരു സ്ഥലം നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കാൻ പറയുക, കുറച്ച് വെള്ളം കൊടുക്കാം. ഇതൊക്കെ എന്താണ് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ഇനീഷ്യൽ ഡിസ്ക്ലോസർ എന്നുള്ളത്. പിന്നെ രണ്ടാമത് അസസ്മെന്റ് ആൻഡ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. അസസ്മെന്റ് എന്ന് പറയുന്നത് അവരെ പ്രസന്റ് പ്രോബ്ലം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കണ്ടെത്തിയതിന് ശേഷമാണ് ഒരു ഐഡന്റിഫിക്കേഷനിൽ പോകുന്നത്. അതിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ചില ടൂൾസുകൾ ഉപയോഗിക്കും. ടൂൾസ് മീൻസ് ചിലപ്പോൾ ക്വസ്റ്റ്യനെയർ ആണ്, അതുപോലെ തന്നെ നമ്മൾ അവരെ പിന്നെ ഒബ്സർവ് ചെയ്യും, അവരെ നമ്മുടെ മുമ്പിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രണ്ടാമത്തെ ഇതിൽ പോകുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു സെഷൻ, ലാസ്റ്റ് സ്റ്റേഷൻ വരെ ഗോൾസ് ആണ്. ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതൊക്കെ നമ്മൾ ഓരോന്ന് ഡീപ്പായി പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അപ്പൊ നാലാമത്തെ ഒരു കാര്യം ഇന്റർവെൻഷൻ ആക്ഷൻ പ്ലാനിങ്. എന്താണ് അവർക്ക് ട്രീറ്റിംഗ് വേണ്ടത് അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നെ ഇവാലുവേറ്റ് ചെയ്യുക, പ്രോഗ്രസ് മോണിറ്റർ, ടെർമിനേഷൻ, ഫോളോ അപ്പ്. ഇതാണ് സാധാരണ ഒരു കേസിന്റെ ഒരു സ്റ്റേജിൽ 7 കാര്യങ്ങളാണ് വരുന്നത്. അപ്പോ ഈ ഒരു പ്രധാനമായിട്ടൊരു സ്കിൽ റിലേഷൻഷിപ്പ്, അതായത് നമ്മൾ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞു, ഇനീഷ്യൽ ഡിസ്കോഴ്സിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അതായത് എന്നെ പറ്റി, അതായത് ഞാനിപ്പോ ഒരു കൗൺസിലർ ആണെങ്കിൽ എന്നെ പറ്റി പറയും, ഞാൻ പേര് നിസാവാണ്, ഇങ്ങനെ സ്ഥലത്താണ്, എന്റെ ഓഫീസ് ഇവിടെയാണ്. ഇപ്പൊ ഓൺലൈനായിട്ട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കാറ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അയാളോട് ചോദിക്കുക, നിങ്ങളെ പേരെന്താണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുക. പിന്നെ ഇരിക്കാൻ, നമ്മൾ ഓഫീസിലാണെങ്കിൽ അവർ ഇരിക്കാൻ പറയുക. പിന്നെ സോഷ്യൽ ആയിട്ടുള്ള കോൺവെർസേഷൻ, അതായത് അയാളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ജോലി സ്ഥലത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ടോ, മറ്റുള്ള പിന്നെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് സാധാരണ നിങ്ങൾ ചെയ്യാറുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ നോൺ വെർബൽ ബിഹേവിയർ, അതായത് നമ്മളെ മുമ്പിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്തിട്ട് മാത്രം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവര് നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളുണ്ട്. അപ്പോ ആ ഒന്നൊന്ന് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് നോൺ വെർബൽ ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഡിസ്ക്രൈബ് റീസൺ ഓഫ് കമ്മിങ് ടോപ്പ്. അതായത് ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് എന്തെങ്കിലും ഒരു റീസൺ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു അതായത് അയാളെ പ്രശ്നം ഇതുവരെ നമ്മൾ പ്രസന്റ് പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വരാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ആരോ പറഞ്ഞയച്ചതാണോ, എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ആ ഒരു ചോദ്യം എന്താണ് അവർക്ക് പെട്ടെന്ന് പറയും, ഞാൻ ഇന്ന പ്രശ്നമായിട്ടാണ് വന്നിട്ടുള്ളത്, അത് എനിക്ക് കുറച്ചു കാലമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റേജ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ പ്രധാനമായിട്ടും ഉണ്ടാവുന്ന ആ റിലേഷൻഷിപ്പ് ബിൽഡപ്പില് എമ്പതി വേണം. ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതൽ എമ്പതിയും വേണ്ട. പക്ഷെ അവര് പറയുന്നത് കേട്ടിട്ട് എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള
ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം അവരെ പൂർണ്ണമായിട്ടൊന്ന് കേട്ട് ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ എന്താണ് അവര് പറയുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ചില എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടല്ലേ, പറയുന്നതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു മൂളൽ പോലെ എന്താണ് അവര് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. പിന്നെ അടുത്ത ഒരു ഇതിനുള്ള വാംത്ത്, അതായത് ഇതിലാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വില്ലിങ്സ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. പൂർണ്ണമായിട്ടും മോട്ടിവേറ്റ് ആവരുത്. മോട്ടിവേറ്റിന്റെ കൂടെ തന്നെ എന്താണ് എൻകറേജ്മെന്റ് കൂടി വേണം. എൻകറേജ്മെന്റ് എന്നത് ഗോൾ സെറ്റിംഗ്സിലേക്കാണ് കൂടുതലായിട്ട് എത്തുക. അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാം. കമ്മിറ്റഡ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണെങ്കിൽ പിന്നെ ആ ബന്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഫാമിലി റിലേഷൻഷിപ്പിന്റെ ചെറിയൊരു ഉദാഹരണ സഹിതം കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഫെയ്ത്ത്, അവരുടെ വിശ്വാസങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വിശ്വാസപരമായിട്ട് കുറെ ആളുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിശ്വാസം കൂടുതലായിട്ട് ഈ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്ന ക്ലയന്റുകളുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി ഈ ഒരു വിശ്വാസം ഇത്രയും മതി എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. മെയിൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. എമ്പതി, ജെന്യുയിനെസ് എന്ന് പറഞ്ഞാൽ വളരെ സത്യമായിരിക്കുക. നമ്മൾ പറയുന്നത് എന്താണ് വളരെ എന്താണ് അവർക്ക് ഒരു അവരെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഊഹം വെച്ചിട്ടോ ഒരു ഉണ്ടാക്കി കഥകൾ പോലെയൊന്നും ഒരു ഇന്റർവെൻഷൻ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അസസ്മെന്റിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായും നമ്മൾ എംഎസ്സി റിപ്പോർട്ടൊക്കെ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഐഡന്റിറ്റി ഡാറ്റ, അയാളെ പേരും നാടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ എഴുതുക. പിന്നെ അടുത്തത് പ്രസന്റ് പ്രോബ്ലം എന്താണെന്ന് എഴുതുക. കാരണം ഇപ്പൊ നമ്മളോട് എന്ത് പ്രോബ്ലം പറഞ്ഞിട്ടാണ് നമ്മളെ മുമ്പിൽ ഇരിക്കുന്നത് അതല്ല നമ്മൾ എഴുതുന്നത്. പക്ഷെ അയാൾക്ക് വേണ്ടി ഒരു എംഎസ്സി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് നമ്മള് അയാളുടെ പ്രശ്നം ഇയാൾ ഇന്നതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എംഎസ്സിയിൽ എഴുതുന്നു. പിന്നെ ലൈഫ് സ്റ്റൈൽ, അയാൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് കടന്നു പോകുന്നത്, അയാളുടെ ജീവിതത്തിൽ കുടുംബപരമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ട് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എത്ര പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ. അതും ഒന്ന് നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടും ഒന്ന് മെൻഷൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മൾ അയാൾ കഴിക്കുന്നത് പോലും എന്താണ് എഴുതണം എന്നാണ് സാധാരണ പറയുക. കാരണം എന്താണ് നമ്മൾ ചായ കുടിച്ച ചോറ് കഴിച്ച നിങ്ങൾ ഏത് സമയത്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. കാരണം എന്താണ് അവർ നമ്മളോട് ഓപ്പൺ അപ്പ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ മാത്രമേ എന്താണ് അവരെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ സാധാരണ എത്തിപ്പെടാറുള്ളൂ. പിന്നെ അതേപോലെ ഫാമിലി ഹിസ്റ്ററി, അവരെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പം പിന്നെ മുതിർന്ന ആളാണെങ്കിൽ അയാളെ കുട്ടികള്, വൈഫ്, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ, അമ്മ എന്നുള്ള ആരൊക്കെ വീട്ടിൽ അയാളെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എഴുതാം. പിന്നെ പേഴ്സണൽ ഹിസ്റ്ററിയിൽ എഴുതേണ്ടത്, പേഴ്സണൽ ഹിസ്റ്ററി ഈ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് വേറെ എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, അതൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൗൺസിലർസുമായിട്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ. പ്രത്യേകിച്ച് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ വരുന്ന സമയത്ത് എന്താണ് ഈ ഒരു ക്ലയന്റ് തന്നെ പല കൗൺസിലറുടെ അടുത്തും പോകും. അവിടെ പോവും ഇവിടെ പോവും മാറി മാറി വരും. എന്നിട്ട് എന്താണ് അതൊന്നും നമ്മളോട് പറയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് ആയി ചോദിക്കാൻ തുടക്കത്തിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് എവിടെയും മുമ്പ് ഇതിന് ട്രീറ്റ്മെന്റ് പോയിട്ടുണ്ടോ, ഏതെങ്കിലും കൗൺസിലറുമായി കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ പ്രോബ്ലം മാനിഫെസ്റ്റ് സെൽഫ് എന്ന് പറയുന്നത്. അത് വളരെ രീതിയിൽ എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവര് ചിലപ്പോ ഈ ഒരു കേസിൽ പിന്നെ വളരെ രീതിയിൽ ചിലപ്പോ മാനിപ്പുലേഷൻ ഒക്കെ നടക്കുന്ന സമയമാണ്. കാരണം പല കേസുകൾ നമ്മൾ ഈ ഒരു വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ള ആൾക്ക് ഇയാൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കേസാണെങ്കിൽ എന്താണ് മറ്റുള്ള ആരായാലും അടിച്ചേൽപ്പിച്ച് അത് എന്താണ് വലിയ പ്രശ്നങ്ങൾ അയാളാണ് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അത് പൊതുവെ എന്താണ് സിമ്പിൾ ആയിട്ട് കേസുകളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും നമ്മൾ എന്താണ് ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് എന്താണ് ഇത് ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. എത്രത്തോളം എന്താണ് ഇയാൾ പറയുന്നത് സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. പിന്നെ അടുത്തൊരു ഗോൾ സെറ്റിംഗ്സ് ആണ്. ഗോൾ സെറ്റിംഗ്സിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പിന്നെ വളരെ രീതിയിലായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവരെ ഉള്ളിൽ ഏതൊരു ക്ലയന്റിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും, ഒരു ഗോൾസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരെ ആവശ്യത്തിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം ഒരു കുട്ടികളാണെങ്കിൽ നമുക്ക് ആ പഠനബന്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം വരിക. അപ്പൊ ആ സമയത്ത് അവർക്ക് പഠനത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ മുതിർന്നവരാണെങ്കിൽ ജോലിയുമായിട്ട്
ഇനിയിപ്പോ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ അവർക്ക് എന്താ റിലേഷൻഷിപ്പുമായിട്ടുള്ള ഫാമിലി തെറാപ്പികൾ കൊടുക്കുന്നു, ക്ലാസ്സുകൾ കൊടുക്കുന്നു, അങ്ങനത്തെ രീതിയിൽ. അവർക്ക് പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരിലൂടെ തന്നെ ഒന്ന് സെറ്റ് ആയി കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഗോൾ സെറ്റിംഗ്സിൽ വരുന്നത്. പിന്നെ അടുത്തത് ബ്രെയിൻ സ്റ്റോം ഗോൾ എന്ന് പറഞ്ഞത്. അത് നമ്മൾ കൊടുക്കുന്ന ഈ ഗോൾസുകൾ അവർക്കത് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഉണ്ടാവും ചിലപ്പോ ഒരു ദിവസം ജേണൽ അറ്റ്ലീസ്റ്റ് നമ്മൾ തുടക്കത്തിലൊക്കെ ആ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഫസ്റ്റ് നാളെ മുതൽ നിങ്ങൾ ജേണൽ എഴുതി തുടങ്ങിക്കോളൂ എന്ന് പറയും. അപ്പൊ ആ സമയത്ത് എന്താണ് ഒരു ദിവസം ജേണൽ എഴുതി തുടങ്ങി രണ്ടാം ദിവസം അവർക്ക് പ്രശ്നമായിരിക്കും, ഞാൻ ഇനി എഴുതില്ല. അപ്പൊ എന്താണ് ഈ ജേണൽ രണ്ടാം ദിവസം നമ്മൾ വിളിച്ച് ചോദിക്കും നിങ്ങൾ ജേണൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ അവരോട് ചോദിക്കാം എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് എഴുതാൻ പറ്റുന്നില്ല. അന്നെന്താണ് അത് അവർക്കുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് തൽക്കാലം ജേണൽ എഴുതി നിർത്തി നമ്മൾ എന്താണ് മറ്റൊരു ആവശ്യം അവർക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചോദിച്ചിട്ട് നമ്മൾ അത് സെറ്റ് ആക്കി കൊടുക്കുക. പിന്നെന്താണ് പ്രയോറിറ്റി വളരെ മുൻഗണന കൊടുക്കുക. അവർ എന്ത് ചെയ്താലും അവരുടെ ലൈഫിൽ ഇപ്പൊ എന്ത് നല്ല രീതിയിൽ മുന്നോട്ട് എന്തും മാറി നല്ല രീതിയിൽ പോകണം എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കും എന്താണ് നമ്മുടെ അടുത്ത് വരുന്നത്. എന്നാ പോലെ അവരെന്താണ് പറയുന്നത് അത് പ്രയോറിറ്റി കൊടുത്ത് അതിനനുസരിച്ച് നമ്മൾ എന്താണ് ഗോൾ സെറ്റ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നാലാമത്തതായിട്ട് അത് കൊടുക്കുന്നത് ചെറിയ ചെറിയ ഘട്ടങ്ങളായി കൊടുക്കുക. അതായത് ഒരുപാട് കാര്യങ്ങളായി കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഡിപ്രഷന് വരുന്ന സാധാരണ ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിന്ന് രാവിലെ ഒന്ന് കിടക്കപ്പായ ഒന്ന് എണീക്കാൻ പറയലാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് എന്താണ് നേരെ പോയിട്ടൊന്ന് നിങ്ങളൊന്ന് മുഖമെങ്കിലും ഒന്ന് കഴുകുന്നു. അതൊക്കെ നമ്മുടെ ഗോൾ സെറ്റിംഗ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്, നിങ്ങളൊന്ന് വീടിന്റെ ചുറ്റുഭാഗത്തൊന്ന് നടക്കൂ എന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾ എന്താണ് നാളെ മുതൽ നിങ്ങൾ രാവിലെ തന്നെ അരമണിക്കൂർ ഓടാൻ പോകണം, ചാടാൻ പോകണം, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ജിമ്മിന് പോയിക്കോളൂ, എക്സസൈസ് അതൊന്നും പറയാൻ പാടില്ല. ചെറിയ അവർക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു ട്രാക്ക് പ്രോഗ്രസ്. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കറക്റ്റ് ആയി ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് എന്താണ് നമ്മൾ എന്താണ് സാധാരണ ഈ ജേണൽ എഴുതുമ്പോൾ തന്നെ നമ്മൾ 10 ദിവസം കഴിഞ്ഞ് ഇവാലുവേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താണ് 30 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ അടുത്തത് 50 ദിവസം കഴിഞ്ഞിട്ടാണ്. ഈ 3 സെഷൻ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യണം. ജേണൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്, മറ്റുള്ള ആക്ടിവിറ്റീസ് അല്ല. അപ്പൊ ഇതേപോലെ എന്താണ് അവർ കറക്റ്റ് ആയി ചെയ്ത് അവരുടെ ചിന്തയിലുള്ള വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ അടുത്തത് സെലിബ്രേറ്റ് മൈൽ സ്റ്റോൺ. അവരുടെ നേട്ടങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അപ്പോ ഒരു ഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ വന്ന് നമ്മളോട് പറയാണ്, സാറ് ഞാൻ ഇന്ന് ഒരു ഇന്റർവ്യൂവിന് പോയി, അപ്പോ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി, അപ്പോ എനിക്ക് ആ ഇന്റർവ്യൂ കിട്ടി, ഇപ്പൊ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയിക്കോട്ടെ എന്നാ ചോദിക്കുന്നത്. അതായത് ഡിപെൻഡന്റ് പേഴ്സണാലിറ്റി നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മളെ മാത്രം ആശ്രയിക്കലായിരിക്കരുത്. അപ്പോ അതനുസരിച്ച് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ജോലി കിട്ടി, നിങ്ങളെ കഴിവിനനുസരിച്ച് കിട്ടിയതാണ്. അപ്പൊ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെ കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ജോലിക്ക് പോകേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരാം. പിന്നെ അതേപോലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾസ് ഉണ്ട്. അതായത് ചെറിയ ലോങ് ടേം എന്ന് പറയുന്നത് ഞാൻ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് ജോലിയിൽ നേടും എന്നുള്ള അവര് പറയുകയാണെങ്കിൽ നമ്മൾ അത് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അതാണ് ലോങ് ടേം. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 20-25 വയസ്സുള്ള പെൺകുട്ടിയൊക്കെ പല പ്രശ്നങ്ങളും ഈ സമയത്ത് ഉണ്ടാവും. പഠിക്കുന്ന സമയത്ത് തന്നെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അന്നപ്പോ മുന്നോട്ട് പോവാനുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. അന്നപ്പോ എന്താണ് ലോങ് ടേം ആവശ്യമുള്ളവർക്ക് എന്താണ് നമ്മൾ ലോങ് ആയിട്ട് ഒരു വർഷത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ജോലി നേടും എന്നുള്ളത് അവരെ കൊണ്ട് ഉറപ്പിക്കുക. അതിനനുസരിച്ച് അവരെ പ്രവർത്തിക്കാൻ പറയും. പിന്നെ ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ ചില ജോലിയിലൊക്കെ പ്രൊമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ കമ്പനിയിൽ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവും. അപ്പൊ അത് അയാൾക്ക് തന്നെ അറിയാം എങ്കിൽ പോലും നന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് കൊടുത്തോ അല്ലെങ്കിൽ എൻകറേജ്മെന്റ് കൊടുത്താൽ മതിയാവും. അതാണ് ഈ ലോങ് ടേം ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും പിന്നെ നമ്മൾ ഈ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിന്നെ 4 അപ്രോച്ചസ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് സൈക്കോ അനാലിസിസ് ആണ്, രണ്ടാമത് കോഗ്നിറ്റീവ് തിയറി ആണ്, മൂന്നാമത്തെ ബിഹേവിയർ തെറപ്പി, പിന്നെ ഹ്യൂമാനിസ്റ്റിക്. ഇത് സാധാരണ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് തന്നെ. പക്ഷേ പലർക്കും എന്താണ് ഞാൻ പറഞ്ഞിട്ടില്ലേ തുടക്കത്തിൽ 2 ടീം ഉണ്ട് എന്നുള്ളത്. ആ 2 ടീമിലും രണ്ടാമത്തെ ടീമിന് ചിലപ്പോൾ ഒന്നും അറിയലുണ്ടാവില്ല. പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല.
അപ്പൊ ഈ ഒരു സൈക്കോ അനാലിസിസിൽ വരുമ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള സൈക്കോ അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു തിയറിയാണ് സൈക്കോ ഡൈനാമിക് തിയറി എന്ന് പറയുന്നത്. ആ തെറാപ്പി ചെയ്യാണ്ട് പഠിക്കാണ്ട് ഒരാളും കൗൺസിലിംഗ് പോയിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അതിൽ 3 കൺസെപ്റ്റുകൾ പറയുന്നത് ഇത് ആൻഡ് ഈഗോ, സൂപ്പർ ഈഗോ. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഏറ്റവും നല്ല മനോഹരമായിട്ടൊരു ഉദാഹരണം തന്നെ പറഞ്ഞു. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. നമ്മുടെ മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി എന്താണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ ടേബിൾ മേൽ എല്ലാവരും വെച്ചിട്ടുണ്ട്. കുട്ടി ഓടിപ്പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ എന്താണ്, നമുക്ക് സാധാരണ കാണുമ്പോൾ ഷെയിമൊക്കെ തോന്നും. പക്ഷെ കുട്ടി എന്താണ് ഓടിയെന്ന് ആ ഭക്ഷണം നോക്കുക. കാരണം ആ സമയത്ത് കുട്ടിയുടെ ചിന്തയിൽ എന്താണ്, അവിടെ ഉണ്ടാകുന്ന പിന്നെ സിറ്റുവേഷനോ അല്ലെ അതുമൂലം ഉണ്ടാകുന്ന ഒരു അനന്തരഫലം ഒന്നും അറിയില്ല. എന്റെ നീഡ്സ് എനിക്ക് ആവശ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഇത്. അതായത് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് ഓടിച്ചെന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. അതേ സമയത്ത് ഈഗോയിലേക്ക് പോകുമ്പോൾ ഇതേ കുട്ടി തന്നെ ഒന്ന് ആലോചിക്കുകയാണ്, പിന്നെ ഇതിപ്പോ ചുറ്റുപാട് കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഏതായാലും എനിക്കിപ്പോ സമയം ആയിട്ടില്ല, അപ്പൊ അവരെ കൂടെ ഇരുന്ന് കഴിക്കുക എന്നുള്ളത്. അപ്പോ അതേപോലെ സൂപ്പർ ഈഗോയിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഇപ്പോ ഞാൻ എന്റെ വീട്ടിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ എന്താണ്, വന്ന ഗസ്റ്റ് മൊത്തം പിന്നെ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്നുള്ള ചിന്ത. അപ്പോ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു മെന്റൽ ഡിസീസിലേക്ക് കൺവേർട്ട് ചെയ്യുക? അതായത് അയാളെ അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡിലെല്ലാം കൊടുക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ ഒരു സാധാരണ കൗൺസിലിംഗ് വരുന്നത്. അതേപോലെ കൊഗ്നിറ്റീവ് തിയറിയിലേക്ക് എന്താണ്, ആരോൺ ടി ബെക്കിന്റെ കൊഗ്നിറ്റീവ് തിയറി, CBT എന്നൊക്കെ പറയുന്നതിന്റെ അതിന്റെ കൊഗ്നിറ്റീവ് തിയറി. അതായത് അയാളെ ഉള്ളിലിരിക്കുന്ന ചിന്തകളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് ചിലപ്പോൾ ചോദിച്ചറിയാൻ പറ്റണം, അല്ലെങ്കിൽ അയാൾ എന്താണ് എഴുതിച്ച് പറ്റണം, മറ്റുള്ള എന്തെങ്കിലും വേറെന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് കഴിയണം. പിന്നെ അതേപോലത്തെ ബിഹേവിയർ തെറപ്പി. നമ്മളെ മുമ്പിൽ ഉണ്ടാകുന്ന അയാൾക്ക് ഏതൊക്കെ ബിഹേവിയർ ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അയാളുടെ സ്വഭാവത്തിൽ ഇപ്പൊ കറന്റ്ലി അയാൾക്ക് ഒരു സ്വഭാവമാണ്, ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പൊ ഇതിന് ശേഷം എന്തൊക്കെ അയാളുടെ സ്വഭാവത്തിൽ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയണം. അടുത്തത് ഹ്യൂമാനിസ്റ്റിക് തിയറിയാണ്. അത് അയാളെ പേഴ്സണൽ ലൈഫ്, അയാളെ പേഴ്സണാലിറ്റി, അയാളെ വ്യക്തിത്വം എങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ളത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു അപ്രോച്ച് ഇല്ലാണ്ട് എന്താണ് നമ്മൾ ഒരിക്കലും കൗൺസിലിംഗ് ചെയ്യാൻ പാടില്ല. അത് പൂർണ്ണമായിട്ട് പഠിക്കുക എല്ലാവരും. ഇത് ഏകദേശം ഒന്ന് തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയോ അല്ലെ ബിഹേവിയർ തെറാപ്പിയോ ഇതിലൊക്കെ ഒന്ന് പഠിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് വരുന്നതാണ് എന്താണ് സൈക്കോ അനാലിസിസും ഹ്യൂമാനിസ്റ്റിക് ഓട്ടോമാറ്റിക് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്യാറുണ്ട് എങ്കിൽ പോലും എന്താണ് ഇതൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. ഇത് പഠിച്ചു കഴിഞ്ഞ് എന്താണ് ഒന്നുകൂടി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എന്താണ് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാണ്, പിന്നെ സാധാരണയായിട്ട് നമ്മൾ ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം നമുക്ക് ഉണ്ടാവുന്ന ചില പ്രയാസങ്ങളുണ്ട്. ഈ കൗൺസിലിംഗ് സമയത്ത് ഒരു ക്ലയന്റ് നമ്മളോട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആ സിറ്റുവേഷൻ എന്താണ്, നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് 90 സെക്കൻഡ് ടൂൾസ് എന്നാണ് ഇതിനെ പറയുക. അപ്പോ ഒരു കേസ് നമ്മളോട് പറഞ്ഞു, ഒരാൾ വന്ന് ഇരുന്നു, പക്ഷെ നമുക്കൊന്നും തോന്നില്ല. കാരണം എന്താണ് ഇപ്പൊ ഇത് കൊടുക്കുക, ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായല്ലോ, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇയാളോട് എന്താ ഞാൻ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് ഉണ്ട്. 90 സെക്കൻഡ് ആണ്. ഒരു 1.5 മിനിറ്റ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് അവിടെ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് ഇയാളെ പ്രശ്നങ്ങളൊക്കെ ഫുള്ള് കേട്ടു, അതിൽ നിന്നും എന്ത് ട്രിഗർ ആണ് നമുക്കുള്ളത് എന്നുള്ളത്. അയാളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, പക്ഷെങ്കിൽ എന്ത് ട്രിഗർ ആണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മളൊന്ന് കൺവിൻസ് ചെയ്യണം. ഏത് പ്രശ്നത്തിനാണ് പരിഹാരം കൊടുക്കേണ്ടത് എന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒന്നിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ അന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുക. 1.5 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക. ചിലപ്പോൾ ഒന്ന് വെള്ളം കുടിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക, ഇത് തിരിച്ചു വരിക. എന്നിട്ട് എന്താണ്, അയാളെ പ്രശ്നത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ട്രിഗറുകൾ കാരണം നമുക്ക് ഒരുപാട് ട്രിഗർ ആ സമയത്ത് വരും, ആങ്സൈറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മാത്രം അവർ പറഞ്ഞ ഒരു പ്രശ്നത്തിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇനിയിപ്പോ അതൊന്നും കഴിഞ്ഞ് നമുക്കൊന്നും പറ്റുന്നില്ല എങ്കിൽ അവർ തൽക്കാലം ഒരു സെഷന് അവരെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം പിരിച്ചുവിടുക. ഒരു
തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ, നമുക്ക് അടുത്ത സെഷനിൽ കാര്യങ്ങളൊക്കെ പറയാം, ഈ തൽക്കാലം നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്നുള്ളത്. കാരണം നമ്മുടെ ആങ്സൈറ്റി കുറഞ്ഞാൽ മാത്രമാണ് ഒരു നല്ലൊരു ഇന്റർവെൻഷൻ അവിടെ നടക്കൂ. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഈ ഒരു കൗൺസിലിംഗ് സെഷൻ നടക്കുന്നത്. ഞാൻ ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഇവാലുവേഷൻ പിന്നെ ഇന്റർവെൻഷൻ നാലാമത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇന്റർവെൻഷൻ പറയുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് ഇന്റർവെൻഷൻ അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ പറയുക. പിന്നെ അതിൽ വേണമെങ്കിൽ ഇന്റർവെൻഷൻ CBT ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പി ഉപയോഗിക്കുക. എന്ത് തെറാപ്പിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെന്താണ് കറക്റ്റ് ആയിട്ട് നോക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു പിന്നെ ഇവാലുവേഷൻ, കാരണം നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഇന്റർവെൻഷൻ ആണ് അവർക്ക് കൊടുത്തത് അത് നല്ലോണം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം, എന്തെങ്കിലും മാറ്റം ഉണ്ടോ. ഇപ്പൊ ഇന്ന് വന്നു, ഇപ്പൊ നാളെ കഴിഞ്ഞ് 2-ാം ദിവസം തന്നെ നമുക്കൊരു ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത്. പിന്നെ മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്നല്ല പറയണത്. കാരണം അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെന്ന് നിലവിൽ ചെയ്തു കൊള്ളുക, പക്ഷെ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തൊരു പുതിയതായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത സെഷൻ വന്നിട്ട് അവരെ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടെർമിനേഷൻ എന്ന് പറയുന്നത് വളരെയധികം എന്താണ് നമ്മളുമായിട്ട് ആ സെഷൻ കഴിഞ്ഞ് പോയതിനു ശേഷം ആ പോകുന്ന സിറ്റുവേഷൻ ആണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. അതും വളരെ എന്താണ് നമ്മളെ കാര്യങ്ങളൊക്കെ അടുത്ത സെഷനിലേക്ക് നിങ്ങൾ എന്നാണ് വരുന്നത് അത് കാര്യം ചോദിച്ചറിഞ്ഞിട്ട് അവരെ പറഞ്ഞിടുക. ചില പ്രത്യേകിച്ച് SFPT ഒക്കെ ഉപയോഗിക്കുന്ന തെറാപ്പി ആണെങ്കിൽ ചിലപ്പോൾ ഒരു സെഷൻ തന്നെ മതിയാവും. 1-2 സെഷൻ സാധാരണ തീരാറുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പിന്നെ സോക്രാറ്റിക് ക്വസ്റ്റ്യനും അതുപോലെ പിന്നെ മാജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ആഡ് ചെയ്താൽ തന്നെ എന്താണ് ചില കേസുകൾ ഒന്നോ രണ്ടോ സെഷനിലെ കൊണ്ട് തീരാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. പിന്നെ ഫോളോ അപ്പ് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യത്തിലും അവരോട് ഫോളോ അപ്പ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക. ഓക്കെ ഓക്കെ ഏകദേശം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയം ബാക്കിയുണ്ട്, പെട്ടെന്ന് പറഞ്ഞു തീർത്തേ കൊണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഹലോ, ആരുമില്ല ഇവിടെ? ആ പറയൂ. എന്താ എന്താ ഇതുവരെ ഇത് പഠിച്ചത് തന്നെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും കുറച്ച് ആളുകൾ എന്നോട് കുറെ സ്ഥിരമായിട്ട് ചോദിക്കും എങ്ങനെയാണ് ഒരു കൗൺസിലിങ്ങിന്റെ ഒരു പ്രോസസ്സിങ്, അതൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇതുമായിട്ട് വന്നിട്ടുള്ളത്. എന്താണ് നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് പറയും. സാർ സ്റ്റാർട്ടിങ് കുറച്ച് കേൾക്കാൻ പറ്റിയില്ല കേട്ടോ, ഒരു വിഷമമുണ്ട്, ആ യാത്ര ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിന്റെ ചില നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും തന്നെയാണ്. പ്രോസസ്സിങ് അത് ക്ലാരിറ്റി ഉണ്ടാവണം, ചില കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടാവണം, നല്ല കാര്യങ്ങൾ, പിന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ കൗൺസിലറിന്റെ റോൾസ് പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ കൗൺസിലിംഗ് പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എന്തൊക്കെ സ്കില്ല് അവർക്ക് വേണം, പിന്നെ ഇനീഷ്യൽ ഡിസ്ക്ലോസറിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, അതായത് എമ്പതി വേണം, ജെന്യൂനേഴ്സ് വേണം, റാംത്ത് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ സാർ, കൗൺസിലിംഗ് പാടില്ലാത്ത കേസുകൾ ഏതൊക്കെയാന്ന് നിങ്ങൾ പറഞ്ഞത്? കൗൺസിലിംഗ് പാടില്ലാത്ത കേസുകളൊക്കെ അത് കൂടുതലായിട്ട് വയലന്റ് ആയിട്ടുള്ള കേസുകൾ, സൈക്കാട്രിക് ലെവലിലുള്ള കേസുകളാണ് കൂടുതലായിട്ട് കൗൺസിലിംഗ് പാടില്ലാത്തത്. കാരണം കൗൺസിലിംഗ് അവർക്കും വേണ്ടി വരും, പക്ഷെങ്കിൽ അത്രയും വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുക, അവർക്ക് അതിന്റെ ചികിത്സക മെഡിസിൻ കൊടുക്കുക, അത് കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ കഴിയും അവർക്ക് തന്നെ തോന്നും ഒരു സിറ്റുവേഷനിൽ ഇനി എനിക്ക് മരുന്ന് വേണ്ട എന്നുള്ള ആ സാഹചര്യത്തിൽ നമ്മളടുത്ത് വരികയാണ്, നമുക്ക് ആ സിറ്റുവേഷൻ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. ഒരുപാട് ആളുകൾ കാര്യങ്ങൾ മരുന്ന് ഒരുപാട് കാലം കഴിക്കും, പക്ഷെങ്കിൽ ഒരു ദിവസം എത്തുമ്പോൾ അവർക്ക് എന്തോ ഈ മരുന്ന് എന്നെ വല്ലാതെ തളർത്തുന്നു, എനിക്കിനി മരുന്നിന്റെ ആവശ്യമില്ല. ആ സമയത്ത് ചില കുടുംബത്തിലെ ചില ആളുകൾ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്ത് പിന്നെ നിനക്ക് ഈ അസുഖം
ഈ മരുന്ന് നിർത്തിയാൽ നിനക്ക് അസുഖം വീണ്ടും വരും. അന്നപ്പോ അതൊരിക്കലും എന്താണ് നിർത്താൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും ആ ഫാമിലിന്ന് ഒരാളും പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. കാരണം അയാളായിട്ട് സ്വയം പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ആ സിറ്റുവേഷനിൽ വീട്ടുകാരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട്, പിന്നെ തൽക്കാലം നിനക്ക് വേണ്ട കുടിക്കേണ്ട, എന്നാൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ടൊന്ന് കൺഫേം ചെയ്തിട്ട് ഒന്ന് ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. സർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോബ്ലം മനസ്സിലാക്കിയപ്പോ അതൊരു പോക്സോ കേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? എങ്ങനെ മനസ്സിലായില്ല? ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഒരു ക്ലയന്റ് വന്നു, നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തപ്പോ അത് പോക്സോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് അത്രയും വില്ലിങ് ആണെങ്കിൽ മാത്രം നമുക്ക് അതിനുമായിട്ട് മുന്നോട്ട് പോവാം. എന്ത് കേസാണെങ്കിൽ പോലും അവര് നമ്മളുമായിട്ട് ഒരു കൊളാബറേഷൻ വേണം, നമ്മൾ കൊടുക്കുന്നവര്. അപ്പോ ആ രീതിയിൽ അവർക്ക് എന്താണ് നമ്മളുമായിട്ട് നല്ല കൊളാബറേറ്റ് രീതിയിലാണെങ്കിൽ മാത്രം. അതേ സമയത്ത് ഈ ക്ലയന്റ് നമ്മളുമായിട്ട് കൊളാബറേറ്റ് അല്ല, കൂടെ വന്ന ആളാണ് കൊളാബറേറ്റ് ഉള്ളത് എങ്കിൽ നമുക്ക് എന്താണ് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. സർ ഒരു ആ ഡൗട്ട് ചോദിക്കട്ടെ. പറഞ്ഞോ. പിന്നെ ആ. സാർ പറഞ്ഞല്ലോ കുറെ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം, കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്ത് അത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം എന്നൊക്കെ. ആ അപ്പൊ ഫോബിയ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റിയെ കൊടുക്കാറ്? ഫോബിയ ആക്ടിവിറ്റി കൊടുക്കാന്ന് ചോദിച്ചാൽ അവർക്ക് സ്പെസിഫിക് ആയ എന്ത് ഫോബിയ ആണുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏത് പിന്നെ ഇതിലാണ് ചിലപ്പോ പലതരത്തിലുള്ള ആളുകൾ, പേടിയുള്ള ആളുകൾ ഉണ്ടാവും. ഇരുട്ടിനെ ആനിമൽ പേടി ഉണ്ടാവും. ഫോബിയ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു സ്നേക്സിനോടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോബിയ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യല്ലേ? സാധാരണയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആനിമൽ ഇതൊക്കെ ഉള്ളതാണെങ്കിൽ അതിനെപ്പറ്റി നല്ലൊരു വിഷ്വൽസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നോർമൽ ആയിട്ട്. പിന്നെ ആ വിഷ്വൽസ് കാണിച്ചതിന് ശേഷം എന്താണ് അവർ കാണിക്കുന്ന സമയത്ത് തന്നെ അത് ഏത് ഇതിലാണ് പേടി, ക്രൗഡ് മറ്റുള്ള ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഒന്നും കാണിച്ചു കൊടുക്കരുത്. അവരെന്താണ് മറ്റുള്ള ഒരുപാട് ആനിമൽ പ്ലാനറ്റ് എന്ന ചാനലിലൊക്കെ നല്ല വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ എന്താണ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അത് കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ ഒരു പിക്ചർ കാണിച്ചു കൊടുക്കുക. പിക്ചർ കഴിഞ്ഞിട്ട് ഒറിജിനൽ ആയിട്ട് ഡെമോ കാണിച്ചു കൊടുക്കുക. എന്ത് ആനിമലാണ് പേടിയുള്ളത് എന്ന് വെച്ചാൽ അതിന്റെ ഡെമോ കാണിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ തൊടിപ്പിക്കുക. നമ്മൾ ഒരുമിച്ച് നമ്മൾ കൈകൊണ്ട് എടുത്ത് കൊടുക്കും. എന്നിട്ട് എന്താണ് അവരെ കൊണ്ട് ഒന്ന് സ്പർശിക്കുക, ഒന്നോ രണ്ടോ. ഇത് ഈ ആങ്സൈറ്റി മാറുന്ന ഒരു തവണ ചെയ്താൽ മാറില്ല. അപ്പൊ എന്താണ് അത് ഒന്നോ രണ്ടോ മൂന്നോ എത്ര പ്രാവശ്യമാണ് ഈ ആങ്സൈറ്റി ലെവൽ കുറയുന്നവരെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയി ഇത് എക്സ്പോഷർ തെറാപ്പി എന്നാണ് ഇതിൽ പറയുക. CBTയുടെ മെയിൻ ആയിട്ടുള്ളതാണ്. അപ്പൊ ആ കോഴ്സിലൊക്കെ നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് സാധാരണ ഒരു ആങ്സൈറ്റി വരുന്ന ഫോബിയാസിൽ വരുന്നത്. പിന്നെ മറ്റുള്ള ഇതിലൊക്കെ ഫോബിയാസ് ഉള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോ ഈ ഫോബിയ ഉള്ള ആള് ആ ഒരു വീഡിയോ കാണാൻ ഒരിക്കലും തയ്യാറാവില്ല, ആ. വില്ലിങ് അല്ല. അത് നമുക്ക് തന്നെ അറിയാലോ വില്ലിങ് ആവില്ല എന്നുള്ളത്. അന്നപ്പോ എന്താണ്, ഒന്നുകിൽ നമ്മുടെ മുമ്പിൽ ക്ലയന്റ് വരുന്ന സമയത്ത് പിന്നെ ഒന്ന് കൂടെ ഒരാൾ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഫ്രണ്ട് അവര് പുറത്ത് ഓടി പോവാതിരിക്കാൻ കുട്ടികളോ പുറത്ത് പോവാതെ ഡോർ അടിച്ചിടുക. ഡോർ അടിച്ചിടുക എന്ന് പറഞ്ഞാൽ ക്ലയന്റിന് മുമ്പിൽ ആ ഡോർ ഒന്ന് അടിച്ചേക്ക് എന്ന് പറയാ. പുറത്തുനിന്ന് ആരും ഇനി ഉള്ളിലോട്ട് കയറണ്ട അങ്ങനെ പറയാം. അതേസമയത്ത് ക്ലയന്റിന് മുമ്പിൽ ഇയാൾ ഇറങ്ങി ഓടും, അതിനെ കൊണ്ട് ഡോർ അടിച്ചേക്ക് ആ രീതി പറയരുത്. ഡോർ അടിച്ചിട്ട് എന്താണ് വെച്ചപ്പോ നമുക്ക് അയാളെ പിടിച്ചു വെക്കേണ്ടിയൊക്കെ വരും ചില ആങ്സൈറ്റി കേസുകൾ. ഓക്കെ സർ. പിന്നെ ഈ ഇന്റർവെൻഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് അവരെ ആശങ്കകൾ ഒരുപാട് നമ്മൾ തിരിച്ചറിയാമോ. കാരണം പല ക്ലയന്റിനും നമ്മളെ മുമ്പിൽ വരുന്ന ചില സമയത്ത് പ്രയാസങ്ങൾ, ഞാൻ എങ്ങനെയാണ് ഇവര് പറയുന്ന തെറാപ്പി വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോ നമ്മൾ എന്താണ് ആ ക്ലയന്റിന് ആവശ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അത് അവർക്ക് യഥാർത്ഥ ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത് തോന്നുന്ന രീതിയിൽ നമ്മൾ ചികിത്സാ രീതിയിൽ കൊടുക്കുക. അതിൽ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, എങ്ങനെയാണ് ചെയ്യുക, സാധാരണ ചെയ്യാറ്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് തെറാപ്പിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ തെറാപ്പി മാത്രമേ ഇവിടെ പിന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റൂ, ഈ രീതി പോയാൽ മാത്രമേ നിങ്ങളെ ഇത് മാറൂ എന്നുള്ള ചിന്താഗതി വേണ്ട.
നമുക്ക് എന്താണ് എക്ലറ്റിക് അപ്രോച്ച് നമ്മൾ ഉപയോഗിക്കുക. ആവശ്യമുള്ള കാര്യം എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അവരോട് ചോദിക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഈ ഒരു എന്ത് തെറാപ്പി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് അന്വേഷിക്കണം. നമ്മളിപ്പോ ഒരു സെഷനിൽ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 സെഷൻ 2 മണിക്കൂറോ എടുത്ത് കാര്യങ്ങൾ ഫുള്ളായിട്ട് കേട്ട് അതിനുശേഷം നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് തൽക്കാലം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്ന പോലും അവരെന്താണ് അത് ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് അവർക്ക് ഉണ്ടോ എന്നുള്ളത്. കാരണം അവർക്കൊരു ചെയ്യുന്ന ഒരു ബാധ്യതയാകാൻ പാടില്ല. നമ്മൾ ആർക്കോ നിർബന്ധത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഡിപ്രഷനുള്ള ആളുകൾക്ക് എന്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും, എന്താണ് ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്തു കൂട്ടും. പക്ഷെ അവർക്ക് ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് എന്താണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുപോകാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കറക്റ്റ് സമയത്ത് എന്താണ് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അവര് ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തും ജയിക്കുക. എന്താണ് അതിന് നല്ല സപ്പോർട്ട് കൊടുക്കുക, മെന്റലി സപ്പോർട്ട് കൊടുക്കുക. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ ഒരുപാട് കാലങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മളെ അടുത്ത് വരാനും ഞങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു സമയമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവരെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവരെ കൊണ്ടുപോകാം. ഇപ്പോ ഒരു ഡിപ്രഷൻ ആയിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് കൊടുക്കുക സർ? ഡിപ്രഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡിപ്രഷൻ സിവിയർ ആണ് നമ്മൾ അറിയാം. സാധാരണ നോർമൽ ആയിട്ടുള്ള ഡിപ്രഷൻ ആണെങ്കിൽ ഫാമിലിയുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ കൊടുക്കുക. പിന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് ജേണൽ എഴുതാൻ പറയുക. പിന്നെ പുറത്തുള്ള എന്തെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒന്ന് നടക്കാൻ, അധികം എന്താണ് മറ്റുള്ള ഒരു ദിവസം ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ നടക്കാൻ പോകാൻ പറയുക. പിന്നെ വീട്ടിൽ ആരെങ്കിലും കൂടെയുള്ള ഒരാളെ കൂട്ടിയിട്ട് പുറത്ത് പാർക്കിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാൻ. നോർമലായിട്ട് ഡിപ്രസീവ് ആയിട്ടുള്ള കൂടുതൽ സിവിയർ ആയിട്ട് 70-80% ആയിട്ടുള്ള ഡിപ്രഷനുള്ള ആളുകളൊക്കെ എന്താണ് വീട്ടിൽ തന്നെ ഉള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറ്റ്ലീസ്റ്റ് കിടക്കപ്പായ നിന്ന് എണീറ്റിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ അവരോട് പറയുക. എന്നിട്ട് റൂമിലെ കൂടെ ഒന്ന് ജസ്റ്റ് നടക്കാൻ പറയുക. ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ്. എന്നിട്ട് എന്താണ് ആക്ടിവിറ്റി നമ്മൾ ആക്ടിവിറ്റീസിന്റെ ഒരു ഷെഡ്യൂൾ വർക്ക് ഷീറ്റ് അവർക്ക് കൊടുക്കും. ആ വർക്ക് ഷീറ്റിൽ ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു, അല്ലെ 7 മണിക്ക് കഴിഞ്ഞിട്ടു, 8 മണിക്ക് ഭക്ഷണം കഴിച്ചു, 8:30 ഞാൻ കുളിച്ചു കഴിഞ്ഞ ശേഷം 9 മണിക്ക് എന്ത് ചെയ്തു, ഞാൻ കുറച്ച് നടക്കാൻ പോയി, അതിനുശേഷം ഞാൻ ഇനി പഠിക്കാൻ ബുക്ക് എടുത്തു. അങ്ങനത്തെ ഇതൊക്കെ എന്താണ് ഒരു ദിവസത്തെ ഷെഡ്യൂളാണ്. ഇതൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ആക്ടിവിറ്റീസ് പലരും സംശയം എന്തൊക്കെ ആക്ടിവിറ്റീസാ കൊടുക്കുക, നമ്മളെ മനസ്സിൽ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് കൊടുക്കാൻ പറ്റും, ഇത് കൊടുക്കും. പക്ഷെ ഒരു ഡിപ്രഷൻ ഉള്ള ആൾക്കാരുടെ അയാളെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങളൊന്നും മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി മെയിൻ ആയിട്ട്. അയാൾ ഇപ്പൊ മൂഡി ആയിട്ടിരിക്കും, പിന്നെ മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ്, വീട്ടിൽ അടഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളൊന്ന് എഴുന്നേറ്റ് നടപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആക്ടിവിറ്റി കൊടുക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്തത് കൊടുക്കുക, അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അതാണ് നമ്മൾ പറയുന്ന എപ്പോഴും നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ഫോക്കസ് ചെയ്യും. ഇപ്പൊ വീട്ടിലിപ്പോ ഫാമിലി ലൈഫിലൊക്കെ ഇഷ്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്താണ് ആരോടാ കൂടുതൽ താല്പര്യം, ഒരാളെ പറ്റി അയാൾ വലിയ കുഴപ്പമൊന്നുമില്ല, അയാളിനോട് നല്ലോണാണെങ്കിൽ അയാളുമായിട്ടുള്ള കണക്ഷൻ കൂടുതലാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ശരിക്കുള്ള ഒരു തെറാപ്പിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളെ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളിലൊക്കെ പലരും പറയും പിന്നെ എനിക്ക് വീട്ടിൽ ആരും ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇഷ്ടമുള്ള ആളുകളെ കൂടെ നിർത്തുക. ഇത്രത്തോളം ഇഷ്ടമുണ്ട്, ഇത്രത്തോളം ഇഷ്ടമല്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക, എന്തുകൊണ്ട് ഇഷ്ടമല്ല എന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടും പിന്നെ ഈ ഒരു കൗൺസിലർ എന്നുള്ള റോള് നമ്മൾ പ്രത്യേകിച്ച് വഹിക്കേണ്ടത് പിന്നെ ഈ ട്രോമ കേസുകൾ, അബ്യൂസ് കേസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ അവർക്ക് പോലീസിന്റെ സഹായങ്ങൾ നേടേണ്ടി വരും. ഗവൺമെന്റിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടി അവിടെ റിപ്പോർട്ട് കൊടുക്കുക, അതൊക്കെ നമ്മുടെ കടമയാണ്. ചിലപ്പോൾ ഫാമിലിക്ക് പല ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ അവിടെ റിപ്പോർട്ട് കൊടുക്കരുത്, ചെയ്യരുത് എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് ഗവൺമെന്റിനെ അറിയിക്കേണ്ടവരെ അറിയിക്കും. ഒരു എത്തിക്സ് ഈ ഒരു അബ്യൂസ് കേസിൽ എന്തായാലും നമ്മൾ പാലിക്കൽ നിർബന്ധമാണ്. ഓക്കെ സർ. സാർ OCDക്കാർക്ക് നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുക? OCDക്കാർക്ക്
OCD-ക്കാർക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല, ഒരുപാട് പറയാനുണ്ട്. അപ്പോ സിമ്പിൾ എന്തിലാണ് OCD എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം. ഇനിയിപ്പോ കണ്ടാമിനേഷനിലാണോ വേറെ എന്തെങ്കിലും ഇഷ്യൂസിലാണോ എന്തിലാണ് OCD ഉള്ളത്, അത് റിപ്പീറ്റഡ് ആയി ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയാം. OCD നമ്മൾ ലഹരിക്ക് തുടങ്ങിയ ആ സോറി പിന്നെ ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറയുന്നത് OCD അല്ല, അത് അഡിക്ഷൻ അല്ലേ. ഈ OCD എന്ന് പറയുന്നത് കള്ള് കുടിക്കുന്ന ആളെ എല്ലാ ദിവസവും റിപ്പീറ്റഡ് അയക്കുന്ന അത് അയാൾ എന്തെങ്കിലും അഡിക്ഷൻ ആയി പോകുന്നത്, പക്ഷെ അത് OCD ആവില്ല. OCD എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളിൽ എന്തോ ഒരു ആശങ്ക ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് ആ ആങ്സൈറ്റി കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടുന്ന ഒരു പ്രവൃത്തിയാണ് OCD എന്ന് പറയുന്നത്. ആങ്സൈറ്റി നമ്മൾ ആദ്യം കണ്ടെത്തുന്നു, അതിലെന്താണ് OCD. പല കേസുകളും നമ്മൾ എടുത്തതിലും ഡിപ്രഷൻ ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവസാനം MSc റിപ്പോർട്ടിൽ നമ്മൾ എഴുതുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട്, അവിടെ എത്തുന്ന ചിലപ്പോൾ നമുക്ക് OCD ആയി കിട്ടും. അപ്പോ അതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പ്രസന്റ് അവര് പറയുന്ന പ്രശ്നങ്ങൾ കേട്ട് മാത്രം എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാനിലും കൊടുക്കത്തൊന്നും ചെയ്യരുത്. ആ MSc റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്മുടേതായിട്ടുള്ള ഒരു ഇംപ്രഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു MSc റിപ്പോർട്ടിൽ ഉണ്ട്, അപ് ടു ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ MSc റിപ്പോർട്ടിലൊന്നും അതില്ല. അപ്പൊ ഇംപ്രഷൻ എന്ന് പറയുന്നിടത്ത് പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. അവിടെ എഴുതേണ്ടത് നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എല്ലാ ചെക്ക് ലിസ്റ്റും ഒബ്സർവും ക്വസ്റ്റ്യനെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു അസുഖം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് നമ്മൾ ഇംപ്രഷൻ എഴുതിയിട്ട്. പ്രസന്റ് പ്രോബ്ലം എന്താ എഴുതേണ്ടത് എന്നാൽ ഈ ക്ലയന്റ് നമ്മോട് പറഞ്ഞ പ്രശ്നമാണ് അവിടെ എഴുതേണ്ടത്. ലഹരിക്കൊക്കെ അടിമകളായിട്ട് വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാ കൗൺസിലിംഗ് കൊടുക്കുക? അത് ചിലപ്പോ അഡിക്ഷൻ എത്രത്തോളം ഇതുണ്ടെന്ന് അഡിക്ഷൻ സെന്ററുമായിട്ടൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യലും. പക്ഷെങ്കിൽ എന്തൊരു ലഹരിയായിട്ട് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ എന്ന് മുതലാണ് അതിലേക്ക് വന്നിട്ടുള്ളത്, എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയിച്ച. അപ്പോ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ചുറ്റുപാടുള്ള ആളുകളൊക്കെ മറ്റുള്ള കുട്ടികളെ കൂട്ടിയതൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ആദ്യം നമ്മൾ ചെയ്യേണ്ട ആ സിറ്റുവേഷൻ ഒന്ന് ഒഴിവാക്കുക. അങ്ങനത്തെ കൂട്ടുകെട്ടുകളൊന്നും തൽക്കാലം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനത്തെ ഒഴിവാക്കുക. എന്തായാലും ഒരാള് സ്വന്തമായിട്ട് ഒരുപാട് സ്ഥിരമായിട്ട് കള്ള് കുടിക്കാൻ കൂടെ എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം അയാൾക്കുള്ളത് പണ്ടെങ്ങാൻ വന്നതുകൊണ്ട് അതിലേക്ക് അടിമപ്പെട്ടതായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും, ഫ്രണ്ട് സർക്കിളൊക്കെ പെട്ടത് അങ്ങനെ ഉണ്ടാവും. എങ്കിൽ പോലും അയാളെ തുടർച്ചയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാളുടെ ലൈഫിൽ ഉണ്ടാവും. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്, എങ്ങനെയാണ് അഡിക്ഷനും കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടൊന്ന് ചോദിച്ചാലും മതി, മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഫ്രീ പോലെ പറഞ്ഞു. നമുക്ക് ഈ ട്രോമ ഒക്കെ ആണെങ്കിലോ? ട്രോമ എന്ത് ട്രോമ ആണ്? എന്താണ് ട്രോമ നിങ്ങൾക്ക് അറിയാമോ? ജനറലി ട്രോമ നമ്മള് അത് ആദ്യം കണ്ടെത്തുക എന്നത്, കണ്ടെത്തിയതിനു ശേഷം ആ ട്രോമ എന്ത് ട്രോമ, പലതരത്തിലുള്ള ട്രോമ ഉണ്ടാവും. ചിലപ്പോ ഒരു പേടിയുള്ള ട്രോമയോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള എന്ത് ട്രോമയാന്നുള്ളത് കണ്ടെത്തി അത് റെഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ എക്സ്പോഷൻ തെറാപ്പി ഒക്കെ കൊടുക്കേണ്ടി വരും. കറക്റ്റ് ആയിട്ട് മുമ്പ് കാണിച്ചു കൊടുക്കേണ്ടി വരും ആ സിറ്റുവേഷൻ. ചിലപ്പോ സിറ്റുവേഷൻ കാണിക്കാൻ പറ്റാതാണെങ്കിൽ എന്താണ് അത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്ത് ട്രോമ നമ്മൾ ജനറലി ആയിട്ട് ട്രോമ എന്തായാലും അയാളെ മനസ്സിലുള്ള പ്രശ്നം ഉണ്ടല്ല, അത് നമ്മൾ കണ്ടെത്താൻ നോക്കണം ആദ്യം. ആ ട്രോമ എന്താണ് അയാളെ ലൈഫിൽ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അതിപ്പോ ലൈഫ് ലോങ് അയാൾ എത്രത്തോളം കൊണ്ടുപോകുന്നുണ്ട്, അത് എങ്ങനത്തോളം അയാൾ എന്താണ് ആ ട്രിഗർ അയാളെ മനസ്സിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. അതിനെന്താണ് നമ്മളെ ഈ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന CBTയിലെ തോട്ട്സ്, അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ട് ആ ഒരു തോട്ട് റെക്കോർഡിലേക്ക് എഴുതിയിട്ട് നമുക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു ട്രോമയാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നമുള്ളത് എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ചോദിച്ചോ. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ കാണുമ്പോ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ആഘാതം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ആ കുട്ടികളെ എങ്ങനെയാണ് അതിൽ നിന്ന് മാറ്റാൻ കഴിയില്ല, ആ ഒരു അവസ്ഥ മാറ്റാൻ കഴിയില്ല?
ആ അവസ്ഥ മാറ്റാൻ പറയും. ജസ്റ്റ് അവരെ എന്താണ് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ആക്സിഡന്റ് ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കുട്ടികളൊക്കെ അല്ലേ, ആ കൂടെ ഉള്ള അവരോട് പറഞ്ഞു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് റിയലൈസ് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയാം. ലൊക്കേഷൻ എവിടെ നിന്നാണ് ആക്സിഡന്റ് ആകുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് എടുക്കാൻ പറയാം. ബാക്കപ്പ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയാം. അവിടെ നിൽക്കുക, എന്നിട്ട് റിയലൈസ് ചെയ്യാൻ പറയാം. കണ്ണുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് കാണാൻ പറയും. എന്നിട്ട് ഒന്നോ രണ്ടോ ബ്രീത്തിങ് എക്സസൈസ് എടുത്തിട്ട് ജസ്റ്റ് തിരിച്ച്, അല്ലെങ്കിൽ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം കൊണ്ട് മുഖം കഴുകാൻ പറയാം. മുഖം കഴുകിയിട്ട് കുറച്ച് കുടിക്കാനും പറയാം. ഇതേപ്പോ തൽക്കാലത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഈ ഒരു ആങ്സൈറ്റി ഉള്ളത്, അതായത് ഈ ഒരു സംഭവം ഉള്ളത് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. ആ ആങ്സൈറ്റി എന്തിലാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് കുട്ടിക്ക് ഇത് വരുന്നത്? ഒരു ആക്സിഡന്റ് മാത്രമൊന്നും ആയിക്കില്ല, മുമ്പ് എന്തെങ്കിലും പലതരത്തിൽ കുട്ടിക്ക് പേടിയുണ്ടാവും. അപ്പൊ എന്താണ് ആ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്താണ് റിയലൈസ്, പിന്നെ അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ല, ഒരു ആക്സിഡന്റ് ഇപ്പൊ ലൈവായിട്ട് ഇപ്പൊ നമ്മള് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇപ്പൊ നമ്മളെ കൂടെ കുട്ടികൾ ഉണ്ടാവുമ്പോ ഒരു ആക്സിഡന്റ് കാണുകയാണ്, നമുക്കത് പ്രശ്നം ഉണ്ടാവില്ലെങ്കിലും കുട്ടികളെ പെട്ടെന്ന് അതൊരു സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മൾ കുട്ടികളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ സ്റ്റെക്കായി നമുക്ക് കുട്ടികൾ ആ പേടിയിൽ വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ ആക്സിഡന്റിനെ കുറിച്ച് കാര്യങ്ങൾ പറയണം. അതങ്ങനെ മിസ്റ്റേക്കിൽ വന്നതാ, ബൈ മിസ്റ്റേക്കിൽ അതൊരു എന്താണ് നമ്മുടെ ലൈഫിനെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണ് അവിടെയൊക്കെ പ്രോബ്ലം സോൾവിങ് ആണ് നമ്മൾ ശരിക്കും കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം സ്വന്തത്തോട് നേരിടുമ്പോഴാണ് ഇത് പല ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ആക്സിഡന്റ് തന്നെയാണ്. അത് ഇതാണ് പബ്ലിക്കായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതിൻ്റെതായിട്ടുള്ള ആളുകൾ, പോലീസ് വരും, ആംബുലൻസ് വരും, അവരെത്തിക്കേണ്ടടുത്ത് ആളുകൾ എത്തിച്ചിട്ടുണ്ട്, അവര് സുരക്ഷിതരാണ് എന്നുള്ളത് നമുക്ക് അവരോട് പറയാം. ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ കുട്ടികൾക്കും കൊടുക്കാം. എന്തിന് നമ്മൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊരു കേസിൽ ആണെങ്കിലും അവർക്ക് അതിനോടുള്ള അവയർനെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കേസും നമുക്ക് എന്താണ് സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? യെസ് യെസ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. സാറിന് സുഖം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിലും നമ്മൾ ഈ ഒരു പോസ്റ്റർ ഔട്ട് ചെയ്തതിന്റെ പേരിലാണ് സാറ് വരികയും ക്ലാസ് എടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ ഓവറോൾ സാറോട് സംസാരിച്ചതിലൂടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നമ്മൾ കൗൺസിലിംഗിലേക്ക് ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ടാവും, കൗൺസിലിംഗ് തുടങ്ങിയവരുണ്ടാവും, കൗൺസിലിംഗ് തുടങ്ങിയ ഏറെക്കുറെ എത്തിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇതൊരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ, സ്കിൽ. അപ്പോൾ അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. ഏതൊരു സ്കില്ലായി, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് നമ്മളത് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഫ്രം ബിഗിനിങ്, ചിലപ്പോൾ ബിഗിനിങ്ങിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു കേസ് വരുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് എടുക്കുക, അതല്ലെങ്കിൽ ആദ്യമേ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ഡിഫറെന്റ് കേസസ് തന്നെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു കോൺഫിഡൻസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ നിർവാഹമുള്ളൂ. പിന്നെ നമ്മൾ അതിൽ കൗൺസിലിംഗിൽ നമ്മൾ കമ്മിറ്റഡ് ആവുക, നമ്മൾ പാഷനോട് കൂടി തന്നെ ചെയ്യുക. ആ ഒരു കരിയറിനെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് നമുക്കത് നിർവഹിക്കാനുള്ള ഒരു രീതി നമ്മൾ അവലംബിക്കുക എന്നുള്ളത്. കാരണം ഒരാള് നമ്മുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് അയാളെ ഏറ്റവും മനോഹരമായിട്ട് തിരിച്ചുവിടാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവണം. അങ്ങനെ നമ്മളുടെ സംസാരം, നമ്മളുടെ ഇടപെടൽ, നമ്മളുടെ ഭാഷ, നമ്മളുടെ വേഷം, നമ്മളുടെ ആ ഒരു രീതി തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയന്റ്, ആ ക്ലയന്റിന് തീർച്ചയായിട്ടും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് ശരിക്കും അവിടെ ഒരു കൗൺസിലിംഗ് സക്സസ് ആവുകയുള്ളൂ. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയത്തെ കൃത്യമായിട്ട് അവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ, അതിന്റെ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റാനൊക്കെ നമുക്ക് പറ്റണം. അപ്പൊ ആ ഒരു സ്കില്ലിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. അത് ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മൾ അക്വയർ ചെയ്യുന്നില്ല, ഒരുപാട് കേസുകൾ നമ്മൾ പഠിക്കുന്നതിലൂടെ, നമ്മളെ തന്നെ മാറ്റുന്നതിലൂടെയൊക്കെയാണ് ആ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മാറാൻ സാധിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ നമ്മൾ പുതിയ സ്കില്ലുകൾ നേടുക. അതേപോലെ തന്നെ തെറാപ്പികൾ നമ്മൾ പഠിക്കുക, ഡിഫറെന്റ് ഒത്തിരി തെറാപ്പികൾ. ഇപ്പൊ ഞാൻ നിസാവ് സാർ ഇതില് പിന്നെ പുതിയ തെറാപ്പികൾ ഏതുണ്ട് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒത്തിരി തെറാപ്പികൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഞായറാഴ്ച മുതൽ CBTയുടെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബിഹേവിയറൽ തെറാപ്പിയുടെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
അപ്പോൾ കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ സൈക്കോ തെറാപ്പികൾ കൂടി നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, കൂടുതൽ അറിവുകൾ നേടുക, അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഡൗട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്യുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു സെഷനിൽ എല്ലാവരും പങ്കെടുത്തതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. നാളെ നമുക്ക് ഇതേപോലെ തന്നെ 8:30 നമുക്കൊരു ഫ്രീ സെഷൻ ഉണ്ടാകും. നാർസിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൗ ടു സർവൈവ് എ നാർസിസിസ്റ്റ്. കഴിഞ്ഞ അത് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ ഒരു 2 സെഷൻസ് നമ്മൾ വിംബിൾ അക്കാദമിയുടെ കീഴിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ലാസ്റ്റ് സെഷനാണ്. എങ്ങനെയാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ NPD ഉള്ള ഒരാളെ എങ്ങനെ സർവൈവ് ചെയ്യാം, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ ആയിരിക്കും. നാളെ 8:30 ആയിരിക്കും. വർഷ മാം ആയിരിക്കും ക്ലാസ്സുകൾ ലീഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ആ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത നിസാബ് സാറിന് പ്രത്യേകം സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹങ്ങൾ, സന്തോഷങ്ങൾ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.